ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന മൃഗമാണ് സ്വാംപ് ഡിയർ. മലയാളത്തിൽ ഇവയെ കോഴമാനെന്നും ഹിന്ദിയിൽ ഇവയെ ബാരാസിംഗ എന്നുമാണ് വിളിക്കുന്നത്. ഹിന്ദിയിൽ ബാര എന്നാൽ 12, സിംഗ എന്നാൽ കൊമ്പ്. ഇങ്ങനെയാണ് ഇവയെ ബാരാസിംഗ എന്ന് വിളിക്കുന്നത്. സാധാരണ ഇവയുടെ കൊമ്പുകൾക്ക് 12 ശിഖരങ്ങളുണ്ട്. കൊമ്പ് രണ്ടായി പിരിഞ്ഞ് ഇതിന്റെ കീഴിൽ ബ്രാഞ്ചസ് വരുന്നു. ഇവയെല്ലാം കൂടുമ്പോൾ 12 എണ്ണം ഉണ്ടാകും. അതുകൊണ്ട് ഇവയെ 12 കൊമ്പുള്ള മാനെന്നാണ് അറിയപ്പെടുന്നത്. കൂട്ടത്തോടെ താമസിക്കുന്ന ഇവയെ അപൂർവമായി മാത്രമേ ഒറ്റയ്ക്ക് കാണാറുള്ളൂ. ചതുപ്പ് നിലങ്ങളിലാണ് ഇവയെ കൂടുതലും കാണപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മാൻ ഇനമാണ് ബാരാസിംഗ. ഇന്ത്യയിൽ ബാരാസിംഗ 3 സബ് സ്പീഷീസിൽ കാണപ്പെടുന്നു. വെസ്റ്റേൺ സ്വാംപ് ഡിയർ, ഈസ്റ്റേൺ സ്വാംപ് ഡിയർ, സതേൺ സ്വാംപ് ഡിയർ. വെസ്റ്റേൺ സ്വാംപ് ഡിയർ നേപ്പാളിന്റെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ഈസ്റ്റേൺ സ്വാംപ് ഡിയർ കാസിരംഗ നാഷണൽ പാർക്കിൽ കാണപ്പെടുന്നു. സതേൺ സ്വാംപ് ഡിയർ മധ്യ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തുറന്ന സാൽ വനത്തിൽ കാണപ്പെടുന്നു. 3 ഉപജാതികൾ ഉണ്ടെങ്കിലും ഏറ്റവും വംശനാശ ഭീഷണി നേടുന്നത് ബാരാസിംഗ മാനാണ്. ഇന്ത്യയിൽ മാത്രമാണ് ഈ മാനുകളെ കാണപ്പെടുന്നത്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, അസം, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇവ കാണപ്പെടുന്നത്. ആൺ ബാരാസിംഗയുടെ ഭാരം 150 മുതൽ 280 കിലോഗ്രാം വരെയും പെൺ ബാരാസിംഗയുടെ ഭാരം 120 മുതൽ 170 കിലോഗ്രാം വരെയുമാണ്. ആൺമാനുകൾക്ക് കൊമ്പുണ്ടാകും, പെൺമാനുകൾക്ക് കൊമ്പില്ല. കൊമ്പുകൾക്ക് 75 സെന്റിമീറ്റർ നീളമുണ്ടാകും. കൊമ്പുകൾ വർഷം തോറും കൊഴിഞ്ഞു വീഴുകയും വീണ്ടും വളരുകയും ചെയ്യുന്നു. മഞ്ഞ കലർന്ന തവിട്ട് നിറമാണ് ഇവയ്ക്ക്. വയറിനടിവശം വെള്ള നിറമാണ്. ശരീരം മുഴുവൻ രോമാവൃതമാണ്. ബാരാസിംഗ മാനുകളുടെ മാൻ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പുള്ളികളുണ്ട്. 1 വയസ്സ് പ്രായമാകുമ്പോൾ ഈ പുള്ളികൾ ക്രമേണ അപ്രത്യക്ഷമാകും. പ്രജനനകാലം സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയാണ്. പ്രജനനകാലം അടുക്കുമ്പോൾ ആൺമൃഗം ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നു. ഗർഭകാലം 240 മുതൽ 250 ദിവസമാണ്. എല്ലാ വർഷവും ഒരു മാൻകുട്ടിയെ മാത്രമേ പ്രസവിക്കാറുള്ളൂ. പലതരത്തിലുള്ള പുല്ലാണ് ഇവയുടെ പ്രധാന ആഹാരം. പകലാണ് ആഹാരം തേടി ഇറങ്ങുന്നത്. നീന്തലിന് പേര് കേട്ടവയാണ് ബാരാസിംഗ. നദികൾ മുറിച്ചു കടക്കുന്നതിലും തണ്ണീർത്തട ആവാസ വ്യവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നതിനും കഴിവുണ്ട്. ആൺമാനുകളുടെ എണ്ണം പെൺമാനുകളുടെ എണ്ണത്തേക്കാൾ വളരെ കുറവായതിനാൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗമാണിവ.